റഹീം രാവിലെ വിസ്തരിച്ചുള്ള കുളിയാണെന്ന് തോന്നുന്നു. അങ്ങനൊന്നുമില്ല. സാറ് ഉണർന്നില്ലേ? എങ്ങനെ ഉണരാനാ? സമയത്ത് കിടന്നെങ്കിലല്ലേ കാലത്ത് എഴുന്നേൽക്കാൻ പറ്റൂ. ഇന്നലെ 3 മണിക്കാ കിടന്നത്. കൊച്ചു കുട്ടികളാണെങ്കിൽ തന്നെ അനുസരിപ്പിക്കാമായിരുന്നു. റഹീമായി ഇതിനൊക്കെ കാരണക്കാരൻ. അയ്യോ, ഞാനെന്ത് ചെയ്തു? ഇന്നലെ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് മാറിക്കൊണ്ട് കൊടുത്തില്ലേ? അത് പിന്നെ അത് തന്നെ കാര്യം. ഇന്നലെ മുഴുവൻ അതുമായിട്ടിരുന്നു. റഹീം ഇതെങ്ങനെയാ ബോഡി ഇത്ര സ്ലിമ്മായി സൂക്ഷിക്കുന്നത്? ഞാനത്ര ട്രിമ്മൊന്നും അല്ലല്ലോ. ഈ തടി പാകമാ. പക്ഷേ ഇതെന്നും കീപ്പപ്പ് ചെയ്യണമെന്ന് മാത്രം. ആ, ഇവിടെ ഇന്ന് വൈറ്റ് വാഷ് ചെയ്യാൻ ഒരാളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മമ്മി, യെസ് കമ്മിങ്. എന്താണ് നോക്കി നിൽക്കുന്നത്? വെള്ളം പോകുന്ന കണ്ടില്ലേ? വെള്ളം നിൽക്കുന്നില്ല. യു സില്ലി ഫൂൾ. താങ്ക് യു. എന്താണ് പറഞ്ഞത്? പിന്നെ കാലത്ത് എന്തൊക്കെ ഉണ്ട് വിശേഷം? നല്ല വിശേഷം. ഒരു അസിസ്റ്റന്റിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ആര്? മണിയും പിള്ളയോ? ആ, മണിയും പിള്ളയോ മണി കെട്ടാത്ത പിള്ളയോ. ഇനി ഒരു അസിസ്റ്റന്റ് ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കൂ. എന്തിന്? അവനെ പല്ല് തേപ്പിക്കാനും കുളിപ്പിക്കാനും. എനിക്കിതിനൊന്നും നേരമില്ലപ്പ. ഒന്നും മറുത്തു പറഞ്ഞോടെന്നാണല്ലോ ഓർഡർ. ആ, അവരോട് തന്നെ അവനെ നോക്കിക്കോണം. ഓ, നീ ഒന്ന് വെറുതെ ഇരിക്കുന്നേ പത്മം. എല്ലാം നേരെയാകും. അവരിങ്ങോട്ട് വന്ന് കയറിയല്ലേ ഉള്ളൂ. അന്നും ഇങ്ങനെ അല്ല, പിന്നെയും കിടന്നോ? ഇതെന്താ, വല്ല ഹോട്ടലിൽ മറ്റാണോ? ഇങ്ങോട്ട് വാടാ. ആ, പിന്നെ ഇവിടെ ചില്ലറ പണികളൊക്കെ ഉണ്ട്. രാവിലെ പാല് വാങ്ങണം. ഉച്ചയ്ക്ക് എനിക്കുള്ള ആഹാരം കോളേജിൽ കൊണ്ടുതരണം. മനസ്സിലായോ? എങ്കിൽ വാ, കോളേജിൽ പോണ വഴി കാണിച്ചു തരാം. ബൈ മമ്മി. ബൈ. ഫ്രണ്ടിൽ കയറടാ. കേട്ടോ മമ്മി, ഈ മണിയും പിള്ള ഉണ്ടല്ലോ, ആള് മോശക്കാരനൊന്നും അല്ല. ഞാൻ കരുതി ആളൊരു പാവാണെന്ന്. പെൺപിള്ളേരെ കണ്ടാലേ എന്തൊരു തുറിച്ചു നോട്ടമാണെന്നോ. ചുമ്മാ കള്ളം പറയുക. ഞാൻ ആരെയും നോക്കിയില്ല. എടാ, പതുക്കെ സംസാരിക്കും. ഒച്ചൊന്നും പൊക്കണ്ട കേട്ടോ. വെറുതെ ഇരിക്കും ബിന്ദു. അല്ല മമ്മി, അവന്റെ അഹങ്കാരം കണ്ടില്ലേ? ഉള്ള ലക്ഷണോ. മുഖം കണ്ടാലറിയാം. എടാ, നീ ഇന്ന് കോളേജിൽ വെച്ച് ഒരു പെണ്ണിനോട് സംസാരിച്ചില്ലേ? എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് ക്ലാസ് മുറി ഏതാന്ന് ചോദിച്ചതാ. എന്നിട്ട് പറഞ്ഞു തന്നപ്പോ ഞാൻ താങ്ക് യു പറഞ്ഞു. താങ്ക് യുവോ? കണ്ടോ മമ്മി, ഇവന്റെ അഹങ്കാരം കണ്ടില്ലേ? അഹങ്കാരമൊന്നുമല്ല, എന്നോട് കമലം പറഞ്ഞിട്ടുണ്ട്. ആരേലും എന്തേലും ഉപകാരം ചെയ്താ താങ്ക് യു പറയണമെന്ന്. കമലമോ? ആരാ അത്? ഗേൾഫ്രണ്ടാ? മമ്മി, കമലം ഗേൾഫ്രണ്ട്. വീട്ടിലേക്കുള്ള പാലുക. ആ പാത്രം ഇതാ.
പാലെ വെള്ളം ചേർക്കരുത്. വെള്ളത്തിൽ പാല് ചേർത്താലോ? അതിൽ കുഴപ്പമില്ല, പക്ഷെ പാലെ വെള്ളം ചേർക്കരുത്. അപ്പത്തരങ്ങളുള്ള കുപ്പാരമായി. ഈ ഏതാ? പാല് വാങ്ങിക്കാൻ വന്നതാ. പ്രൊഫസറുടെ വീട്ടിൽ നിന്നാ? നമ്മളോട് പറഞ്ഞായിരുന്നു. മോളെ രശീന, താങ്ക് യു. എന്നുവെച്ചാ അത് ഇംഗ്ലീഷാ. ഏതായാലും മടക്ക യാത്രയ്ക്ക് 3-4 ദിവസം എടുക്കും. അതുവരെ കൈ വെച്ചുകൊണ്ടിരിക്കാതെ പുസ്തകം തിരിച്ചു കൊടുത്തേക്കാൻ അതല്ല നല്ലത്. ഇന്ന് തന്നെ റിട്ടേൺ ചെയ്യാം സാർ. അതെ, ദേ, ആരോഗ്യം സൂക്ഷിക്കണേ. ആരോഗ്യം ആരോഗ്യം ആരോഗ്യം. ഞാൻ എപ്പോ സെമിനാർ പുറപ്പെട്ടാലും നിന്റെ ഒരു പതിവാചമല്ലേ? റഹീം, ഞാൻ ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് എന്റെ ആരോഗ്യം സൂക്ഷിക്കുന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തിയേക്കണം. പിന്നെ വേറൊരു കാര്യം, ആരെന്നെ അന്വേഷിച്ചാലും ടെലിഫോൺ നമ്പർ കൊടുത്തേക്കണം, 38291. ഓക്കെ? എന്താ കടയിലെ തിരക്ക്? ചോദിക്കുമ്പം ആരുടെ കയ്യിലും കാശില്ല. എന്നാ ഏത് കടയിലാ ഒഴിവുള്ളത്? ബിന്ദു എന്തിയടാ? ഇപ്പൊ പോയതേ ഉള്ളൂ. ഏതോ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിരിക്കുക. എന്നോട് പറഞ്ഞിട്ടുണ്ട് ആരോടും പറയരുതെന്ന്. ഇത് റഹീമിന് വാങ്ങിയ ഷർട്ടാണ്. എനിക്കിതൊന്നും വേണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ലാതെ എപ്പോഴാണ് റഹീം നല്ല ഷർട്ടുകൾ ഇടുക? ഒന്നിടണം. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഒന്ന് പെരുപ്പിച്ചേ. നല്ല ബാഡി. എനിക്ക് ഇതുപോലെയൊക്കെ വരുമോ? പിന്നെ